മനുഷ്യ ജീവിതത്തെ ഏറ്റവും അധികം ദണ്ഡിപ്പിക്കുന്ന ഒന്നാണ് അകാരണമായ ഭയം. ഭയം നിമിത്തം ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടയപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയുള്ളവരോടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വലിയ ഭയം എൻ്റെ ജീവിതത്തിൽ വന്നു. ആരീ ഭയത്തിൽ നിന്ന് വിടുവിക്കും എന്നൊരു ചോദ്യവുമായി നീണ്ട നാളുകളിൽ ആ മനുഷ്യൻ നടക്കുക. എന്നാൽ അവൻ അത് ഉത്തരം കണ്ടെത്തിയത് എവിടാന്ന് ചോദിച്ചാൽ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ദൈവം അവന് ഉത്തരം കൊടുക്കാൻ തുടങ്ങി. ഇന്ന് വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ഭാവി എന്തായിത്തീരുമെന്നുള്ള ഭയം, ചുറ്റുപാടുമുള്ള മനുഷ്യരെ ഭയം, പിശാചിനെ ഭയം, അങ്ങനെ ഭയപ്പെട്ട് ഭാവി ഒതുങ്ങിപ്പോയ ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിലെ അനുഭവങ്ങൾ, ഇന്നലകളിലെ സാഹചര്യങ്ങൾ നിന്റെ മനസ്സിനെ ഭയം കീഴടക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ആശങ്കപ്പെടണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. നീ ഏതു വിഷയത്തിൽ ഭയപ്പെട്ടോ ആ വിഷയത്തിന്റെ മറുപടി ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കും. ഞാൻ ഈ വചനത്തെ മുൻനിർത്തി ഒരാത്മീക സന്ദേശം പറയാം. ഇനിയും നീ ഭയത്തിന് അടിമയായി ജീവിക്കാൻ പാടില്ല. ആ ഭയമേഖലയെ നീ ജയിക്കണം. ഒരു പടിവിടെ കയറി പറഞ്ഞാൽ നീ വിടുവിക്കപ്പെടുവാൻ സമയമായി. നിനക്കൊരു നല്ല ഭാവി ദൈവം വെച്ചിട്ടുണ്ട്. ആ ഭാവിയിലേക്ക് ചെന്നെത്താൻ കഴിയാതെ നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ബിസിനസ്, നിന്റെ കുടുംബജീവിതം, നിന്നെ ഭയപ്പെടുത്തുന്ന ആൾക്കാർ നിനക്ക് ചുറ്റും നിന്ന് ഭയപ്പെടുത്തിയാലും നീ ഭയപ്പെടരുത്. ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്: ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. കാരണം അവന് വിളിക്കാനൊരു ദൈവമുണ്ട്, ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്, ഭയത്തിൽ നിന്ന് വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്ക് ധൈര്യശാലികളാകാം. ഭയമെന്ന പൈശാചികത്വത്തെ നമുക്ക് ജയിക്കാം. എന്നോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മനുഷ്യ മനസ്സുകളെ ദണ്ഡിപ്പിക്കുന്ന ഭയമെന്ന പൈശാചികത്വത്തെ ജയിക്കാനുള്ള വഴി ഞങ്ങൾക്ക് വചനത്തിൽ കൂടെ പറഞ്ഞു തന്നുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരിൽ പോരാടുന്ന ഭയത്തിന്റെ വ്യാപാരങ്ങൾ അവരെ വിട്ടു പോകട്ടെ. അവർക്കൊരു വിടുതൽ ഉടനെ സംഭവിക്കട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. ഭയത്തെ ജയിക്കുന്ന ഒരനുഭവം നിനക്കുണ്ടാകാൻ പോവുക. ഗോഡ് ബ്ലെസ് യു.